മെസ്സി പി എസ് ജിയിൽ ഫ്രാൻസ് സൂപ്പർ താരം കിലിയൻ എംബാപ്പയുമായി തനിക്കുള്ള ബന്ധം ഊഷ്മളമായിരുന്നില്ലെന്ന് തുറന്നു പറഞ്ഞു ബ്രസീലിയൻ താരം നെയ്മർ. പി എസ് ജിയിൽ മെസ്സി എത്തുന്നതുവരെ എംബാപ്പയുമായി നല്ല ബന്ധമായിരുന്നെങ്കിലും മെസ്സി എത്തിയതോടെയാണ് അത് മോശമായതെന്ന് നെയ്മർ മുൻ ബ്രസീലിയൻ താരം റൊമാരിയോയോട് പോഡ്കാസ്റ്റിൽ പറഞ്ഞു. 2017 ബാഴ്സലോണയിൽ നിന്നും നെയ്മർ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് പി എസ് ജിയിലെത്തിയത്. 2021 മെസ്സി ബാഴ്സലോണ വിട്ട് പി എസ് ജിയിൽ ചേരുന്നത്. പിന്നീട് 2023 പി എസ് ജി വിട്ട മെസ്സി US മേജർ സോക്കർ ലീഗ് ക്ലബായ ഇന്റർ മയാമിയിലേക്ക് പോയപ്പോൾ നെയ്മർ സൗദി പ്രോ ലീഗ് ടീമായ അൽ ഹിലാലിൽ ചേർന്നിരുന്നു. കഴിഞ്ഞ സീസണിൽ പി എസ് ജി വിട്ട എംബാപ്പയാകട്ടെ റയൽ മാഡ്രിഡിലുമെത്തി. പി എസ് ജിയിൽ ചേർന്ന സമയത്ത് എംബാപ്പയുമായി തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് നെയ്മർ വെളിപ്പെടുത്തി. പക്ഷേ അന്ന് അവൻ ചെറിയ പയ്യനായിരുന്നു. കരിയർ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റേതായ പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ. പിന്നീട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഞങ്ങൾ സൗഹൃദത്തിലായി. നീ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാകുമെന്നും അതിന് നിന്നെ സഹായിക്കുമെന്ന് പോലും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനുമായി തമാശകൾ പങ്കിടുമായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് അവൻ വരികയും ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ 2021 മെസ്സി പി എസ് ജിയിലെത്തിയതോടെ അവൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഞാനും മെസ്സിയും തമ്മിൽ ബാഴ്സ കാലം മുതലേ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ മെസ്സി എത്തിയപ്പോൾ ഞങ്ങളുടെ ബന്ധത്തിൽ അവന് അസൂയയായി. അതിനുശേഷം അവൻ എന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതെയായി. അതിനുശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള അടി തുടങ്ങിയത്. ഞാനും മെസ്സിയും എംബാപ്പയും ഉണ്ടായിട്ടും പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനാകാത്തതിന് കാരണം ഞങ്ങൾക്കിടയിൽ ഈ ഭിന്നതയായിരുന്നു. നിങ്ങൾക്കൊരിക്കലും ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് പന്ത് പാസ് ചെയ്ത് കൊണ്ടുപോയി ഗോളടിക്കാനാവില്ല. ഞാനാണ് ഏറ്റവും മികച്ചവനെന്നൊക്കെ കരുതാം. പക്ഷേ അപ്പോഴും ഗോളടിക്കാൻ ആരെങ്കിലും പന്ത് പാസ് ചെയ്ത് തരണമല്ലോ. അതിന് മറ്റ് താരങ്ങളും ടീമിൽ വേണം. എല്ലാവരുടെയും ഈഗോ ആണ് പി എസ് ജിക്ക് വലിയ നേട്ടങ്ങൾ ഇല്ലാതാവാൻ കാരണമായത്. ഒരു ടീമിലെ കളിക്കാർ തമ്മിൽ പരസ്പരം സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ടീമിന് കിരീടങ്ങൾ നേടുക അസാധ്യമാണെന്നും നെയ്മർ പറഞ്ഞു. ബ്രസീലിയൻ ലീഗിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് നെയ്മർ വ്യക്തമായ മറുപടി നൽകിയില്ല. സൗദിയിൽ ഇപ്പോൾ സന്തുഷ്ടനാണെന്നും അടുത്ത 6 മാസത്തിനുള്ളിൽ കരിയറിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നും പരിക്കുമൂലം വിശ്രമിക്കുന്ന നെയ്മർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂം, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.